ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു, ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ ചിന്തിക്കും എന്താ പുതിയ വേക്കൻസികളുമായിട്ട് വരുന്നില്ലേ എന്ന്. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വർക്കുകളെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനല്ലെങ്കിൽ തന്നെയും അനിതയുടെ ഗ്രൂപ്പുകളിൽ ന്യൂ വേക്കൻസികളെല്ലാം അപ്പം പോസ്റ്റ് ചെയ്ത് പെട്ടെന്നുള്ള ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വേക്കൻസികളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇൻ്റർവ്യൂകളൊക്കെ നടക്കാനിരിക്കുവാണ്. എൻ്റെ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. കിട്ടിയാൽ ഉടനെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവരെയും തക്ക സമയങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇസ്രായേൽ വേക്കൻസി 3-3.5 മാസം, കുറഞ്ഞത് 3-3.5 മാസം എടുക്കും വർക്ക് നടന്ന് കയറിപ്പോകാൻ. അപ്പം ആ വർക്കിൻ്റെ ഫിനിഷിങ് പോയിൻറ്റിങ് ആയിട്ട് ബോംബെയിൽ വിസ അടിക്കാൻ നിൽക്കുന്ന പിള്ളേരുണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലെ രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ വേക്കൻസി. പൈസ കൊടുത്ത് തന്നെ പോകുന്ന വേക്കൻസി. പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഫ്രീ ആയിട്ടാണോ കൊണ്ടുപോകുന്നത്? ഒരിക്കലും ഇസ്രായേൽ വേക്കൻസി ഫ്രീ ആയിട്ടല്ല. നമ്മളൊരു രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുമ്പം ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്ത് പോകുന്നതിനുള്ള സർവീസ് ചാർജുകളെ നമ്മളെയല്ല, ഒരുപാട് ഏജൻസികളെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ഏജൻസികളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റുന്നത്, കുറഞ്ഞ ചിലവെന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക്, മറ്റൊരു ഏജൻസിയേക്കായി കുറഞ്ഞ പൈസയ്ക്ക് പോകാൻ പറ്റുന്ന എവിടെയാണോ അവിടെ പോവുക. അല്ലാതെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണോ? പിന്നെ ചിലരുടെ ചോദ്യങ്ങൾ, നമ്മൾ ഈ വേക്കൻസി വിഷയമായിട്ട് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്ന വേക്കൻസികളൊന്നും എന്താണെന്ന് പോലും ചിലപ്പോൾ ഞങ്ങൾക്കറിയില്ല. അപ്പം നമുക്ക് വെൽഡർ എന്താണെന്ന് വെച്ചാൽ അറിയാം, ഇലക്ട്രീഷ്യൻ എന്താണെന്ന് അറിയാം, മെക്കാനിക്കൽ ഫീൽഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ജോലി എന്ന് പോലും ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ജോലി അറിയുന്നവർക്ക് ഞങ്ങൾ പറയുന്ന ജോലി എന്താണെന്ന് അറിയാം. ഈ ജോലി അറിയാത്തവർ ഒന്നും കൊണ്ടാണ് അതെന്താ ജോലിയാണ് എന്നോട് ചോദിച്ചിട്ട് വല്ലോ കഥയും ഉണ്ടോ? എനിക്കത് വല്ലതും അറിയാവോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഓരോ ജോലി, മെക്കാനിക്കലിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്താണെന്ന് ആ ജോലി ചെയ്യുന്നവർക്കറിയാം. ഇലക്ട്രീഷ്യൻ എന്താണെന്ന് ആ ജോലിയെ സംബന്ധിക്കുന്നവർക്കറിയാം. ഇതറിയാത്ത ഒരാൾ വന്നുകൊണ്ട് എന്തോ വെൽഡറെന്ന് ചോദിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞുതരാൻ. നമ്മൾ ഈ വേക്കൻസിയുടെ മുഖത്ത് വരുന്ന വേക്കൻസികൾ നിങ്ങളോട് അറിയിക്കുന്നത് നമ്മൾ ആ ജോലി ചെയ്തവരല്ല. പിന്നെ ചിലർ വന്ന് ചോദിക്കും ഇസ്രായേലിലെ കാലാവസ്ഥ എന്തുവാന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു പുള്ളി പിണങ്ങിപ്പോയി. എന്നോട് ഇസ്രായേലിലെ കാലാവസ്ഥ എന്തുവന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൊല്ലത്തെൻ്റെ വീട്ടിലിരിപ്പുണ്ട്, എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇസ്രായേലിൽ നിൽക്കുന്ന ആരെങ്കിലും വിളിച്ച് ചോദിക്കുക. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലർക്കും പിണക്കമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വേക്കൻസിയുടെ കാര്യം പറയാൻ വരുന്നത് നമ്മൾ ഇസ്രായേലിലോ ഓസ്ട്രേലിയയോ ജർമ്മനിയോ ഒന്നും പോയി നിന്നിട്ടല്ല ഈ വേക്കൻസി ചെയ്യുന്നത്. അതിന് ഏത് ഏജൻസി ആണെങ്കിലും നിങ്ങൾ പോകുന്ന രാജ്യത്തെക്കുറിച്ചൊന്ന് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് വന്ന് വീഡിയോ ചെയ്യുന്ന ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ട് ഒരു കഥയുമില്ല, പിണങ്ങിയിട്ടും ഒരു കഥയുമില്ല. അതുകൊണ്ട് വേക്കൻസികളൊക്കെ അതിൻ്റെ സമയങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വേക്കൻസിക്കും സർവീസ് ചാർജ് ഉള്ള വേക്കൻസിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഫ്രീ ആയിട്ട് ഒരു ഏജൻസിയും നമുക്ക് ചെയ്തു തരില്ല. ഒരു വേക്കൻസിയും എൻ്റെ സ്വന്തമല്ല, വലിയ വലിയ ഏജൻസികളുടെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആർക്കും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതല്ല. നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ ബയോഡാറ്റ എല്ലാ ഓഫീസിൽ കൊടുക്കുന്നു. അവർ തന്നെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് വർക്ക് നടക്കുന്ന പിള്ളേർക്കറിയാം. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത പിള്ളേർ എന്നെ വിളിക്കത്തുകൂടിയില്ല. വിസ അടിക്കാൻ പോയാൽ പോലും വിളിക്കത്തില്ല. വിസ അടിച്ച് വരുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊക്കെ വിസ അടിച്ചെന്ന് പോലും അറിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് സത്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ നിങ്ങളെ കൊടുക്കുന്നു, ഓക്കെ. അത് എനിക്ക് പ്രതിഫലത്തിന് തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് ജോലിയാണ്. എൻ്റെ ജോലിക്ക് എനിക്കതിൻ്റെതായ പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട്, ഓക്കെ. അല്ലാതെ ഇത് ബൾഗായിട്ടൊന്നും ഞാനെടുത്ത് ചെയ്യുന്ന ഒരാളേ അല്ല. എനിക്ക് ഏജൻസിയോ ഓഫീസോ ഒന്നുമേ ഉള്ള ആളല്ല. ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. കുറേ കമൻറ്റുകളും കുറേ കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ജർമ്മനിയുടെ വർക്ക് നടക്കുന്നുണ്ട്, ലിത്വാനിയ ട്രക്ക് ഡ്രൈവർമാരുടെ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം 3-3.5 മാസത്തെ വർക്കാണ്. ഇന്ന് വെച്ചാൽ നാളെ ഫലം കിട്ടുന്നതല്ല. വർക്കുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 3-3.5 മാസം കഴിയും ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് ആ പോകാൻ നിൽക്കുന്നവരുടെ കയ്യിലൊരു വിസയായി കിട്ടാൻ. അതുകൊണ്ട് വർക്കുകൾക്ക് താമസമുണ്ട്.
പിന്നെ അനാവശ്യമായ കമൻറ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയുവാണ്, ഒരു പുള്ളി എനിക്ക് വന്ന് കമൻറ്റ് ചെയ്തു, ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇസ്രയേലിൽ വിടാമെന്നും പറഞ്ഞ് 7 ലക്ഷം രൂപ വാങ്ങിച്ചു, എന്നാ തരുന്നതെന്ന്. നാണമുണ്ടോ? കമൻറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര സുഖമാണ്. ഞാൻ അതിന് നല്ല കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫേക്കാണെന്ന്. ഈ ഫേക്ക് അല്ലെന്ന് അറിയിക്കാനാണ്. അനാവശ്യ കമൻറ്റുകൾക്ക് തെറി പറയുന്നവന്മാരൊക്കെ ഉണ്ട്. അത് അവരുടെ ഗുണം. എന്നോടുള്ള ദേഷ്യം, ഞാൻ ചെയ്യുന്ന വർക്കിനോടുള്ള ദേഷ്യം, എനിക്ക് ഒരുപാട് പണം കിട്ടുന്നു എന്നുള്ള ആ ഒരു ഇറിറ്റേറ്റാണ് അവരൊക്കെ വന്ന് എനിക്ക് ബാഡ് കമൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കമൻറ്റ് എല്ലാവരും വന്ന് ആദ്യം നോക്കുന്ന കമൻറ്റുമാണെന്ന് എനിക്കറിയാം. എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കമൻറ്റിലൂടെ ആണെന്ന് എനിക്കറിയാം. ചില കമൻറ്റുകൾക്ക് നല്ല മറുപടി കൊടുക്കും. അവരുടെ ഒറിജിനൽ അക്കൗണ്ടാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവിടെ തന്നെ പോസ്റ്റ് ചെയ്ത് വെക്കും. ഈ ആളാരാന്ന് അവരും അറിയണമല്ലോ. നമ്മളെ ചുമ്മാ വേണ്ടാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ നമുക്ക് പോസ്റ്റ് ചെയ്യണം. നിയമങ്ങളും ഉണ്ട്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വേക്കൻസികൾ, പുതിയ വർഷം വരുന്ന വേക്കൻസികൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും പറയണമെന്ന് തോന്നി. പെട്ടെന്ന് എപ്പോഴും നമുക്കിങ്ങനെ വർക്ക് നിൽക്കത്തില്ല, പക്ഷെ വർക്ക് വന്ന് നിൽപ്പുണ്ട്. കുറേ വർക്കുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത് കൊണ്ട് ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. വർക്കുകൾ വരുന്ന സമയത്ത്, പൂർണ്ണമായിട്ട് എൻ്റെ കൈകളിലെത്തുന്ന സമയത്ത് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.